ഇന്ന് SSLC പരീക്ഷയ്ക്ക് തുടക്കമാവുകയാണ്. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. കനത്ത ചൂട് കണക്കിലെടുത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ഒക്കെ തന്നെ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷീജ ചേരുകയാണ്. ഷീജ, ഇനിയൊരു പരീക്ഷാ കാലമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. SSLC പരീക്ഷ അതും തുടങ്ങുകയാണ്. എല്ലാ തരത്തിലും ഈ ചൂടിനെ അതിജീവിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാണല്ലേ ഷീജ? തീർച്ചയായും അതിന് ഏതായാലും SSLC പരീക്ഷയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകുകയാണ്. ഏതായാലും എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും സ്കൂളുകളിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരക്കടലാസുകൾ, ചോദ്യപേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ സ്കൂൾ നേരത്തെ എത്തുകയും തയ്യാറാക്കി അതിൻ്റെ ഒരു ആ ഭാഗമൊക്കെ ഇതിനകം തന്നെ തയ്യാറാക്കി പൂർണ്ണതോതിൽ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേതായാലും ഇനി പരീക്ഷയുടെ സമയത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മണക്കാടുള്ള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. ഏതായാലും പരീക്ഷയ്ക്ക് കയറാൻ പോകുന്നതിന് മുൻപ് എല്ലാവരും അവസാനവട്ടം ഡിസ്കഷനിലൊക്കെ ആണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പരീക്ഷ? കുഴപ്പമില്ല. ഒന്ന് മലയാളമാണല്ലേ? എങ്ങനെയാണ് ഇതിനു മുമ്പുള്ള മോഡൽ എക്സാം അതെല്ലാം കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കിയിരുന്നു? എളുപ്പമുണ്ടായിരുന്നു, ഈസി ആയിരുന്നു. മോഡൽ എക്സാം എന്തെങ്കിലും പരീക്ഷ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓ, ചെറുതായിട്ട്. എങ്ങനെയാണ് ക്ലാസ് ഒക്കെ കൃത്യമായ രീതിയിലെല്ലാം കിട്ടി? ടീച്ചേഴ്സൊക്കെ ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു? മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു. പരീക്ഷയ്ക്ക് വേണ്ടി ഫുൾ റെഡിയാണ്? ഓ, പേടിച്ചിട്ടോ? ഓ, ഇവള് ചെറുതായിട്ടൊക്കെ കരുതി. അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഏകദേശം 9:15 കൂടിയാണ് ക്ലാസ്സിനുള്ളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. ആ രീതിയിൽ ക്ലാസ്സിനുള്ളിലേക്ക് 9:15 കൂടി വിദ്യാർത്ഥികളൊക്കെ പ്രവേശിക്കുന്നതായിരിക്കും. തുടർന്ന് 9:30 മുതൽ 9:45 വരെയുള്ളൊരു സമയം ആദ്യഘട്ടത്തിലൊരു കൂൾ ഓഫ് ടൈം ഉണ്ട്. കൂൾ ഓഫ് ടൈമിന് ശേഷം കൃത്യം 9:45 പരീക്ഷ ആരംഭിക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചൂട്, അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് ഒരു വലിയ പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അധ്യാപകരോട് കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരക്കാം. ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്? വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ പരീക്ഷാ ഹാളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. പൊതുവെ ചൂടുണ്ടെങ്കിലും അവരുടെ ഉള്ളു തണുപ്പിച്ചിട്ടാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളത്. ഈ പരീക്ഷകൾക്ക് എല്ലാ തയ്യാറെടുപ്പും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ക്ലാസ്, നൈറ്റ് ക്ലാസ്, കുട്ടികൾ രക്ഷകർത്താക്കളുള്ള ഇൻട്രാക്ഷൻ ഇതെല്ലാം നടത്തി അവർ ഫുൾ കോൺഫിഡൻറ്റോട് കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ വെള്ളം അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്, ഇവിടെ പൊതുവെ ഒരു തണുത്ത അന്തരീക്ഷമാണ് നമ്മുടെ ഈ മണക്കാട് സ്കൂളിൽ. അതുകൊണ്ട് അങ്ങനെ വലിയ ചൂട് അവർക്കുണ്ടാവില്ല, അകത്തുമില്ല പുറത്തുമില്ല. അതെ, അവർ പറയുന്നുണ്ടായിരുന്നു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഈ പേടി മാറ്റാൻ വേണ്ടി. തീർച്ചയായിട്ടും മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, നല്ലൊരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് അവരുടെ മുഖത്തുനിന്ന് നോക്കിയത് നല്ലൊരു പ്രതീക്ഷയല്ലേ. അവർക്ക് ആ ടെൻഷനില്ല, നമ്മുടെയൊക്കെ കാലത്തെ പോലുള്ള ടെൻഷനൊന്നുമില്ല. പരീക്ഷ അവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി നേരിടുകയാണ് ചെയ്തത്. അത് അവർ പ്രതിഫലിക്കും. ഇന്നത്തെ ഒറ്റ പരീക്ഷയോടുകൂടി അവർ ഫുൾ കോൺഫിഡൻ്റ് ആവും. എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഈ മോഡൽ പരീക്ഷയിലടക്കം കുട്ടികളെ കോൺഫിഡൻസിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്, എക്സ്ട്രാ ക്ലാസ്, നൈറ്റ് ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്, കൂടുതൽ ഇൻട്രാക്ഷൻ, മാർക്ക് കുറഞ്ഞ കുട്ടികളെ പ്രത്യേകം വിളിച്ചെടുത്തുള്ള ക്ലാസ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഏർപ്പാടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ല, ഞങ്ങൾക്കും ഇല്ല. 100% ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഇത് ഒരു നമുക്ക് ഈ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിലേതായാലും വിദ്യാർത്ഥികൾ എല്ലാവരും വലിയൊരു കോൺഫിഡൻസിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഫുൾ റെഡിയായി കഴിഞ്ഞു? ആ, എന്തെങ്കിലും തരത്തിലുള്ള പേടിയുണ്ടോ? അത്ര പേടിയില്ല. എങ്ങനെയാണ് ഇവിടെ ക്ലാസ്സും മോഡൽ എക്സാമുകൾ അതൊക്കെ എങ്ങനെയായിരുന്നു നടന്നത്? മോഡൽ എക്സാം മലയാളം ഫസ്റ്റ് ടഫായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇപ്രാവശ്യം അത് ബേസ് ചെയ്ത് നല്ലപോലെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ മോഡൽ എക്സാം ഇതെല്ലാം നടത്തി ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷാപ്പേടി പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പോർഷൻസ് കൃത്യമായ രീതിയിൽ കവർ ചെയ്യുന്ന കാര്യത്തിലും കൃത്യമായ രീതിയിൽ അധ്യാപകരെല്ലാം ചെയ്തിട്ടുണ്ട്. പേടിയൊട്ടും ഇല്ല. എന്തായാലും പേടി ഒട്ടുമില്ല. അവരെല്ലാവരും തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. അതിന് അല്പസമയത്തിനകം ഇപ്പോൾ 9:15 പോവുകയാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അതിന് മുൻപ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കണ്ടത്. ഒരു ഭാഗത്ത് നമുക്ക് അവസാനവട്ടം പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും ക്ലാസ്സിനുള്ളിലേക്ക്, പരീക്ഷാ ഹാളിനുള്ളിലേക്ക് കയറാനുള്ളൊരു തിരക്കും ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ
വിദ്യാർത്ഥികളെല്ലാം വലിയൊരു ആവേശത്തിൽ തന്നെയാണ് SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാർച്ച് 25 വരെയാണ് ഈ പരീക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 25-ന് പരീക്ഷ പൂർത്തിയാകും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 70 ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയം, അതോടൊപ്പം തന്നെ 2 ഘട്ടങ്ങളിലായി നടത്തുന്ന മൂല്യനിർണ്ണയത്തിന് ശേഷം മെയ്യിൽ ഫലം പ്രഖ്യാപിക്കുക. ഇതാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. ഏതായാലും ചൂടിൻ്റെ സാഹചര്യത്തിൽ വെള്ളമടക്കം പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ ഹാളുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അധ്യാപകർ വ്യക്തമാക്കുന്നത്. ആതിര. ശരി ഷീജ, എന്തായാലും സംസ്ഥാനത്ത് നിന്ന് SSLC പരീക്ഷയ്ക്ക് തുടക്കമാവുകയാണ്. എല്ലാവിധ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ചൂടിനെ അതിജീവിക്കുന്നതിലൂടെ എല്ലാവിധ ക്രമീകരണങ്ങളും സ്കൂളിൽ സജ്ജമായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.